അങ്ങനെ വീണ്ടും കണ്ണൂർ വനിതാ ജയിൽ വിവാദങ്ങളിൽ പെടുകയാണ്. ഇപ്പോൾ അതീവ സുരക്ഷാ സംവിധാനമുള്ള കണ്ണൂർ വനിതാ ജയിലിന് മുകളിലൂടെ അജ്ഞാതർ ഡ്രോൺ പറത്തിയത് വൻ സുരക്ഷാ വീഴ്ചയായിട്ടും പോലീസിനെ അറിയിക്കാൻ വൈകിയതാണ് വീണ്ടും വിവാദമാകുന്നത്. ഈ ജയിൽ പോലുള്ള സ്ഥലങ്ങളിൽ അതീവ സുരക്ഷ നൽകേണ്ട മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ അജ്ഞാത ഡ്രോൺ കണ്ടെത്തുകയും എന്നാൽ അത് കൃത്യമായി പോലീസ് അറിയാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 11:15 സംഭവം ഈ ഒരു ജയിൽ ഭാഗങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് 1-ാം തീയതിയായിരുന്നു സംഭവം. പക്ഷേ ഇത് പോലീസിന് മുന്നിലെത്തിയത് 2 ദിവസം കഴിഞ്ഞ് മാത്രമാണ്. അവിടെയാണ് ഇത് എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ളൊരു ചോദ്യം ഉയരുന്നത്. 3-ാം തീയതി വൈകിട്ട് 5 മണിയോടെയാണ് കണ്ണൂർ ടൗൺ പോലീസിൽ ജയിൽ അധികാരികൾ പരാതി നൽകിയത്. ഡ്രോൺ പറന്ന അന്ന് തന്നെ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എളുപ്പമായിരുന്നു. ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് 25 മീറ്റർ ഉയരത്തിലാണ് ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഡ്രോൺ പറത്തിയത്. ചുവപ്പും പച്ചയും നിറങ്ങളുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് കെട്ടിടം 2 തവണ വലം വെച്ചാണ് ഡ്രോൺ അപ്രത്യക്ഷമായിരിക്കുന്നത്. ജയിൽ ജീവനക്കാരാണ് സൂപ്രണ്ടിനെ ഇക്കാര്യം വിളിച്ചറിയിച്ചത്. തുടർന്ന് സൂപ്രണ്ട് ടൗൺ പോലീസിൽ പരാതി നൽകിയെന്ന തരത്തിലായിരുന്നു വാർത്ത. എന്നാൽ പോലീസ് എല്ലാം അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് മാത്രമാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? സൂപ്രണ്ടിന്റെ അസ്വാഭാവിക സാഹചര്യത്തെക്കുറിച്ച് ജയിൽ ജീവനക്കാർ വിളിച്ചറിയിച്ചപ്പോൾ തന്നെ അക്കാര്യം പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ 3-ാം തീയതി വൈകിട്ടാണ് വിഷയം പോലീസിന് മുന്നിലെത്തിയതെന്ന് വ്യക്തമാണ്. അതായത് 48 മണിക്കൂറിലധികം കഴിഞ്ഞതിന് ശേഷമാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി പോലീസിന് മുന്നിലെത്തിയതെന്ന് സാരം. കാരണവർ കേസ് പ്രതി ഷെറിനാണ് കണ്ണൂർ വനിതാ ജയിലിനെ നിയന്ത്രിക്കുന്നതെന്ന സൂചനകളാണ് ഇതെല്ലാം. പല വിവാദങ്ങളും കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ അജ്ഞാത ഡ്രോൺ കണ്ടെത്തുകയും അത് 2 ദിവസത്തിന് ശേഷം മാത്രം അത് പോലീസ് അറിയുകയും ചെയ്ത സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതേസമയം കണ്ണൂർ വനിതാ ജയിലിനുള്ളിൽ ഷെറിന്റെ അക്രമം പോലീസിന് മുന്നിൽ പരാതിയായി എത്തിയതിന് പിന്നിൽ കാനേ സിംബെ ജൂലിയെ തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റാനുള്ള തന്ത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലിയെ കണ്ണൂരിൽ നിന്ന് മാറ്റിയേ മതിയാകൂ എന്ന നിർബന്ധം പിടിച്ചതും ഈ കാരണവർ കേസ് പ്രതിയായിട്ടുള്ള ഷെറിനാണ്. ഈ ആവശ്യം സാധ്യമാക്കാനാണ് ജൂലിയെ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തതും. ഇതോടെ ജയിലിനുള്ളിലെ സംഘർഷം വെറും രേഖ മാത്രമായി ചുരുങ്ങുകയാണ്. പിന്നാലെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു നൈജീരിയക്കാരിയെ. 24-ാം തീയതി രാവിലെയാണ് സംഘർഷമുണ്ടാകുന്നത്. കാര്യമായൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ ഇവൾ ഉള്ളിടത്ത് കഴിയില്ലെന്ന് ഷെറിനാണ് നിർബന്ധം പിടിച്ചത്. ഒരു തടവുപുള്ളിയുടെ ആവശ്യമാണ് ഇപ്പോൾ ജയിൽ അധികൃതർ സാധിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതോടെയാണ് നൈജീരിയക്കാരെ കൊണ്ട് പരാതി കൊടുത്ത് നിസ്സാര വകുപ്പിൽ കേസെടുത്ത് എല്ലാം രേഖയാക്കിയത്. ഇതോടെ ജൂലിയെ ജയിൽ മാറ്റുകയും ചെയ്തു. അക്രമമെല്ലാം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം മാധ്യമങ്ങളിലും എത്തിയത്. 1-ാം തീയതിയാണ് ഡ്രോൺ ജയിലിന് മുകളിലൂടെ പറന്നത്. ഇതും വൈകിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതെല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കാനായിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ജൂലിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തതെന്ന് എഫ്ഐആറിൽ വ്യക്തമാണ്. ഷെറിൻ കാരണവരും ഷബ്നയുമാണ് പ്രതികൾ. ഷബ്ന റിമാൻഡ് തടവുകാരിയാണ്. ഇവർ 2022-ലാണ് ജയിലിൽ എത്തിയതെന്നാണ് സൂചന. 24-ന് രാവിലെ 7:45 പൂഴാതി അംശം പള്ളിക്കുന്ന് വനിതാ ജയിലിൽ വെച്ച് പരാതിക്കാരി കുടിവെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് 1-ാം പ്രതി പരാതിക്കാരിയെ പിടിച്ചു തള്ളി. 2-ാം പ്രതി അസഭ്യ വർഷവുമായി നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയെ പുറത്തും നെഞ്ചിലും പിടിച്ചു തള്ളി. ഇതിൽ നിസ്സാര പരിക്ക് പറ്റിയെന്നാണ് എഫ്ഐആർ പറയുന്നത്. 26-നാണ് വനിതാ ജയിലിൽ സൂപ്രണ്ട് പരാതി അയച്ചു തന്നതെന്ന് എഫ്ഐആറിൽ വ്യക്തമാണ്. ഇതിനെ തുടർന്ന് 4:30 ജയിലിലെ വെൽഫെയർ ഓഫീസറുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് BNCയിലെ വകുപ്പ് പ്രകാരം കേസെടുത്ത് എന്നാണ് എഫ്ഐആർ പറയുന്നത്. മൊഴിയടക്കം ചെയ്താണ് എഫ്ഐആർ ഇട്ടത്. മലയാളത്തിലാണ് നൈജീരിയക്കാരിയെ ചീത്ത വിളിച്ചത്. ഈ തെറിയും കേരളത്തിലെ ജയിൽവാസത്തിനിടെ നൈജീരിയക്കാരി മനസ്സിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. വനിതാ ASI ആണ് ജയിലിലെത്തി മൊഴിയെടുത്തത്. എന്തുകൊണ്ടാണ് പരാതിയിലെ കാലതാമസം എന്നത് ആർക്കും പിടികിട്ടാത്ത കാര്യമാണ്. സാധാരണ നിലയിൽ അക്രമം കാട്ടുന്നവരെയാണ് ജയിലിൽ നിന്ന് മാറ്റാറുള്ളത്. ഇവിടെ ജൂലിയാണ് മാറ്റിയത്. ഇത് ഷെറിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് വ്യക്തം. ജയിൽ അധികൃതർക്കിടയിൽ ഷെറിന്റെ സ്വാധീനം നേരത്തെ തടവുപുള്ളികൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇനി ഒരിക്കൽ കൂടി മർദ്ദനം കിട്ടിയാൽ ഷെറിനെ ശരിയായി കൈകാര്യം ചെയ്യുമെന്ന സന്ദേശം നൈജീരിയക്കാരി ജയിൽ അധികൃതർക്ക് നൽകിയിരുന്നു. ഷെറിന് അടികിട്ടുമോ എന്ന ഭയത്തിലാണ് ജൂലിയെ ജയിൽ മാറ്റിയതെന്നും സൂചനയുണ്ട്.
കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മർദ്ദനത്തിനിരയായ തടവുകാരിയെ ജയിൽ മാറ്റിയാണ് ജയിൽ അധികൃതർ പ്രശ്നപരിഹാരം സാധ്യമാക്കിയത്. കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം വനിതാ ജയിലിലേക്കാണ് കാനൈ സിംബെ ജൂലിയെ മാറ്റിയത്. നൈജീരിയക്കാരിയായ സഹതടവുകാരിയെ ആക്രമിച്ചതിന് ഷെറിന് 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. കേരളത്തിലെ സ്ത്രീ കുറ്റവാളികളിൽ ഏറ്റവും കുപ്രസിദ്ധിയാണ് ഷെറിൻ മർദ്ദിച്ച നൈജീരിയക്കാരിയും ചെറിയ പുള്ളിയല്ല. ആഫ്രിക്കൻ മയക്കുമരുന്ന് മാഫിയയെ ഇന്ത്യയുമായി ചേർത്ത് നിർത്തിയ ക്രിമിനൽ സംവിധാനത്തിലെ പ്രധാനിയാണ് കാനൈ സിംബെ ജൂലി. 5 കോടിയുടെ കൊക്കൈനുമായി കൊച്ചിയിലെത്തിയപ്പോഴായിരുന്നു 4 കൊല്ലം മുമ്പ് ഇവർ അഴിക്കുള്ളിലായത്. നല്ല നടപ്പിന്റെ പേരിൽ ഷെറിന് ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതും വിവാദമായിരുന്നു. ജയിലിൽ നല്ല പെരുമാറ്റമെന്നും ശിക്ഷ ഇളവിന് യോഗ്യതയുണ്ടെന്നായിരുന്നു വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ കണ്ടെത്തൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം. മന്ത്രിസഭാ ശുപാർശ നിലവിൽ ഗവർണർക്ക് മുന്നിലാണ്. ഇതിനിടെയാണ് ജയിലിലെ മർദ്ദന വിവാദം. കണ്ണൂർ വനിതാ ജയിലിന് മുകളിലൂടെ ഡ്രോണും പറന്നു അതിനുശേഷം. ഇതോടെ ഷെറിന്റെ ജയിലിലെ മർദ്ദനം പുതിയ തലത്തിലേക്ക് എത്തും. ഇനി ശിക്ഷ ഇളവ് കിട്ടാനും സാധ്യത കുറവാണ്. 2021 ഒക്ടോബറിൽ അന്താരാഷ്ട്ര വിപണിയിൽ 5 കോടി 34 ലക്ഷം രൂപ വില വരുന്ന കൊക്കൈനുമായി കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായ തടവുകാരിയാണ് കാനൈ സിംബെ ജൂലി. ഖത്തർ എയർവേസ് വിമാനത്തിൽ ദോഹ വഴി കൊച്ചിയിലെത്തിയപ്പോഴാണ് ഐവറി കോസ്റ്റ് പാസ്പോർട്ട് ഉടമയായ കാനൈ സിംബെ ജൂലി പിടിയിലായത്. 580 ഗ്രാം കൊക്കൈനുമായിട്ടാണ് നൈജീരിയക്കാരി പിടിയിലായത്. മതിയായ രേഖകളില്ലാതെയാണ് ഇവർ കൊച്ചിയിലെത്തിയത്. ഇമിഗ്രേഷൻ വിഭാഗം ഇവരെ തടഞ്ഞുവെച്ചു. ഇമിഗ്രേഷൻ വിഭാഗം ഇക്കാര്യം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് യൂണിറ്റിനെ അറിയിച്ചു. DRO എത്തി ബാഗേജ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് കൊക്കൈൻ കണ്ടെത്തിയത്. ലാബിൽ അയച്ച് പരിശോധന നടത്തിയാണ് പിടിച്ചത്. കൊക്കൈൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചതും. മതിയായ യാത്രാരേഖകളില്ലാതെ എത്തുന്നവരെ സാധാരണയായി മടക്കി അയക്കാനാണ് പതിവ്. കൊക്കൈൻ കണ്ടെത്തിയതിനാലാണ് തിരിച്ചുവിടുന്നതിന് പകരം സ്ത്രീയെ പിടിച്ചുവെച്ചത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ സംഘത്തിൽപ്പെട്ട മറ്റൊരു യുവതിയെക്കുറിച്ചും DROയ്ക്ക് വിവരം ലഭിച്ചു. ഇവരെ നെടുമ്പാശ്ശേരി ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചു. ഐവറി കോസ്റ്റ് സ്വദേശിനി CV ഒഡേത്തി ജൂലിയറ്റാണ് അന്ന് പിടിയിലായത്. ഇവർ 2021 ജനുവരിയിൽ കൊച്ചിയിലെത്തിയതാണ്. ഇവരും മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന കണ്ണികളായിരുന്നു.